ആലപ്പുഴ തുറവൂരിൽ ഇടഞ്ഞോടിയ ആന ചതുപ്പിൽ അകപ്പെട്ടു. ആനയെ കരയ്ക്ക് കയറ്റാനുള്ള ശ്രമം തുടരുകയാണ്. ഒരു വീടിന്റെ മതിലും ഓട്ടോറിക്ഷയും തകർത്താണ് ലോറിയിൽ കൊണ്ടുപോവുകയായിരുന്ന ആന ഇടഞ്ഞോടിയത്. ശ്യാമപ്രസാദ് ഉത്തമൻ ചേരുന്നു വിവരങ്ങളുമായി. സ്വാഭാവികമായും ആന ഒരു അവശ നിലയിലേക്ക് മാറിയിരിക്കുന്നു. എന്നാൽ രാവിലെ മുതൽ തന്നെ ഇവിടെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം എത്തിയിരുന്നു. ആനയ്ക്ക് വേണ്ട ഗ്ലൂക്കോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട് എങ്കിൽ പോലും രാവിലത്തെ അത്രയും ആ ഒരു ഊർജ്ജസ്ഥിതിയിലേക്ക് ആന എത്തിയിട്ടില്ല. വളരെ കാര്യക്ഷമതയോടുകൂടി തന്നെയാണ് ഇപ്പോൾ നടന്നത്. 50ലധികം പാപ്പന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഈ ആന എന്ന് പറയുന്നത് മുല്ലക്കൽ പാലസ് എന്ന ഈ ആന മുല്ലക്കലിലെ ശ്യാം, സാധാരണ ഇത്തരം പ്രശ്നങ്ങളിൽ ആന അകപ്പെടുമ്പോഴൊക്കെ അല്ലെങ്കിൽ കാട്ടാനയെ കെണിവെച്ച് പിടിക്കുമ്പോഴൊക്കെ താപ്പാനകളെ കൊണ്ടുവന്നാണ് ഇത്തരം ആനകളെ കരകയറ്റുന്നത്. അത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ചും ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ആന. ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? പുരോഗമിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം, ഏകദേശം ഒരു ഇരുട്ടിലേക്ക്, അതായത് ഒരു വെളിച്ചക്കുറവിലേക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ വെളിച്ചക്കുറവ് എല്ലാം തന്നെ പരിഹരിക്കാൻ, അതായത് തുടർന്ന് രാത്രിയോടുകൂടിയും തന്നെ ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ JCB എന്നിങ്ങനെയുള്ള വാഹനങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് നിലവിൽ ഇവിടെ നിലനിൽക്കുന്നത്. അതായത് ഈ ഒരു ബുദ്ധിമുട്ട്, അതായത് ഇത്തരത്തിലൊരു റോഡ് ഉണ്ടായിരുന്ന കിട്ടാൻ പറ്റാത്തതിലൂടെ പിൻകാലുകളിൽ പരിക്ക് പറ്റിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ നിഗമനം. അത്തരത്തിൽ ആനയെ കയറ്റുകയാണെങ്കിൽ പോലും അത്തരത്തിൽ ആനയ്ക്ക് വേണ്ട ശുശ്രൂഷ നൽകാനുള്ള സംവിധാനങ്ങളെല്ലാം ശ്യാമപ്രസാദ് ഉത്തമൻ.